പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അവിടെ ജൂതന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ന് അതെല്ലാം പുനഃസ്ഥാപിക്കണമെന്നല്ല. ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പോലെയുള്ള ഒരു സൊല്യൂഷൻ അതെങ്കിലും നടക്കട്ടെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അത് പാടില്ല, ഇവിടെ ഞങ്ങൾ മാത്രം മതി എന്ന് പറയാനും അതിന് കാരണമായിട്ട് പറയുന്നത് ഇസ്രായേൽ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ജൂതന്മാർ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതല്ലേ എന്നും പറഞ്ഞിട്ട് ഈ ചരിത്രത്തെ ഇത് വളച്ചൊടിക്കുന്നു, അല്ലെങ്കിൽ തിരസ്കരിക്കാൻ ശ്രമിക്കുന്നു, ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിത് പറയേണ്ടി വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി അത് മാത്രമല്ല, ഇത് പറയുന്ന സമയത്ത് അവർ ഇതുപോലുള്ള ഒരു കോയിനൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. കണ്ടില്ലേ, പലസ്തീൻ എന്ന് പറയുന്നിട്ട് രാജ്യത്തിന് കോയിൻ പോലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കോയിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന ആ സാധനം, ആ ബ്രാക്കറ്റിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ സാധനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം. അത് ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇററ്റ്സ് ഇസ്രായേൽ എന്ന് പറയുന്ന സാധനം, ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് തന്നെയാണ് ആ ബ്രാക്കറ്റിൽ എഴുതി വെച്ചതിൻ്റെ അർത്ഥം.